ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. 12 മണിക്കാണ് ചെക്ക് ഔട്ട്. സോ അതിന് മുന്നേ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ 4 ഡേയ്സ് സ്റ്റേ ചെയ്ത റൂം. 2 റൂമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 2 പേര് ഈ റൂമിലും 2 പേര് ആ റൂമിലായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ഫസ്റ്റ് ഇവിടേക്ക് എൻട്രൻസിൻ്റെ ഇവിടെ തന്നെ സോഫ ഉണ്ട്, 2 സോഫ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ ഫുൾ ഞങ്ങളിപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് മൊത്തം സെറ്റാക്കി വെച്ചിരിക്കുക. ദെൻ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, പിന്നെ ഒരു ടി വി ഉണ്ട്. ടി വി ഞങ്ങൾ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഞങ്ങൾ നോക്കിയിട്ടില്ല. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനി. ബിക്കോസ് ഞങ്ങൾ ഫുൾ കറക്കായിരുന്നു. രാവിലെ 9 മണിക്ക് 9 മണിക്കില്ലേ 9 മണിക്ക് 9:40 9:40 10 മണി അങ്ങനെ ആ സമയമാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. രാവിലെ 7 മണിക്ക് ചായ കുടിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് 9:40 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. പിന്നെ രാത്രി എത്ര മണി തിരിച്ചെത്തുമ്പോൾ 11:30 കറങ്ങിയിട്ട് ഇവിടെ നമ്മള് ഹോട്ടലിന് മുന്നിൽ ഒരു 5 o'clock ആകുമ്പോൾ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ വെറുതെ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് പിന്നെ രാത്രി ഫുഡ് കഴിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 11 മണിയാവും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോണിൽ കളിച്ച് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്. സോ ഞങ്ങൾക്ക് ടൈം കിട്ടില്ല. അപ്പോൾ TV ഒന്നും ഇതുവരെ ഞങ്ങൾ ഓൺ ആക്കി നോക്കിയിട്ടില്ല. ദെൻ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഇവിടെ ഇപ്പോഴും ഫുൾ സാധനങ്ങൾ തന്നെയാണ്. ഇതിന് മുന്നേയും നിറഞ്ഞു കിടക്കിയിരുന്നു. കുറേ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കിയിരുന്നു. ഇപ്പം എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇത് ഞാനിപ്പോൾ വാങ്ങിയ ചെടിയാണ് ഗൈസ്. ചെടി സേ ഹായ്. ഹായ്. ഓക്കെ, ഇപ്പോൾ ടെഡീനെ ഇനി പാക്ക് ചെയ്ത് വെക്കണം. അത് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. ദെൻ ഇവിടെ 2 ബോട്ടിൽ ഉണ്ടായിരുന്നു. 2 ബോട്ടിൽ, പിന്നെ ഒരു കെറ്റിലുണ്ട്. ഇതിൽ ഞങ്ങൾ കുറേ പ്രാവശ്യം ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. ദെൻ 2 ബോട്ടിൽ, പിന്നെ ഇവിടെ ടീൻ്റെ കാര്യങ്ങളെല്ലാം സാധനമുണ്ട്. പിന്നെ ഇത് ഒരു മെനു കാർഡ് ഉണ്ട്. നമുക്ക് വേണ്ട ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇതിന്ന് ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫുൾ പുറത്ത് പോയിട്ട് കഴിച്ചത്. ദെൻ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് ഗൈസ്. ഇതാ ഫ്രിഡ്ജ്. അയ്യോ, ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇതാ കണ്ട ഫ്രിഡ്ജ്. ഇതിനുള്ളൊന്നും വെക്കാൻ സാധനം ഒന്നും വാങ്ങിയിട്ടില്ല, സോ ഇതിലൊന്നും വെച്ചില്ല. അപ്പോൾ അവിടെ കിടന്നിട്ട് ഫോണിൽ കളിക്കുക. സോ അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മൊത്തം. ഇവിടെ എൻ്റെ ബൂട്ട്സിന് കേട്ടോ. ഇതെനിക്ക് എയർപോർട്ടിൽ പോകുമ്പം ഈ ചെരുപ്പ് മാറ്റിയിട്ട് ബൂട്ട്സ് ഇടണം. കാരണം വെയിറ്റ് കൂടും. നമുക്ക് 7 kg അല്ലേ പറ്റുള്ളൂ. സോ ബൂട്ട്സ് മാറ്റിയിട്ട് ബൂട്ട്സ് നമുക്ക് ഇടണം. എന്നിട്ട് ഈ ചെരുപ്പ് എടുത്ത് ബാഗിൽ വെക്കണം. ദെൻ ഇതെനിക്ക് തോന്നുന്നു നമുക്ക് എന്താണ് അലക്കി കഴിഞ്ഞിട്ട് 6 ഇടാൻ സ്ഥലം തോന്നുന്നുണ്ട്. ഞങ്ങൾ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ദെൻ ഇവിടെ നമുക്ക് ഹാങ്ങർ ഉണ്ട്, ഡ്രസ്സ് ഹാങ് ചെയ്യാം. ദെൻ ഇവിടെ ഒരു എക്സ്ട്രാ പില്ലോ ഉണ്ട്. ദെൻ ഒരു അയൺ ബോക്സ് ഉണ്ട്, അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഹെയറിൽ വെക്കുന്ന ഇതില്ലേ ക്യാപ്പ്, ഹെയർ ക്യാപ്പ് ഉണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇത് കൊണ്ടായാലോ? അത് കൊണ്ടായേക്കാം. അപ്പോൾ ഈ ബ്രഷ് കൊടുക്കാം നമുക്ക്. ഈ ബ്രഷ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എന്തായാലും പൈസ കൊടുക്കല്ലേ. ഹാൻഡ് വാഷ്, ഈ ഹാൻഡ് വാഷ് ഒപ്പി വെച്ചിരിക്കുക. നീ വെച്ചിട്ടില്ല, എടുക്കാനില്ലേ അവിടെ നിന്ന്. ഓക്കെ, ഇവിടെ വാഷ് ഫേസ്, 2 ടർക്കി ഉണ്ട്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ടർക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഇതാണ് ബാത്റൂമിൽ നമുക്ക് പാർട്ടീഷനിങ് ഒക്കെ ഉള്ള ബാത്റൂമാണ്. നല്ല നീറ്റാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ആൻഡ് ഇവിടെ ബെഡ് സ്ക്വയർ പിൻ ആണ് വേണ്ടത്. സോ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ സ്ക്വയർ പിന്നുള്ള ചാർജർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ദെൻ ഇവിടെ ഫോൺ ഉണ്ട്. നമുക്ക് 7 മണിയാവുന്ന സമയത്ത് 7 മണിക്കാണ് ഇവിടെ ഫുഡ് ഉണ്ടാവുക. അപ്പം 7 മണിക്ക് ഇവർ കോൾ ചെയ്യും നമുക്ക് ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 7 മണിക്ക് അറിയൽ പോലില്ല. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അറിയാം. എന്നിട്ട് ഞങ്ങൾ ഒരു 8 മണി ആ ഫുഡ് കഴിക്കാൻ പോകും. പക്ഷെ ഫുഡ് കഴിയാറൊന്നുമില്ല, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവാറുണ്ട്. ദെൻ ഇതാണ് ഞങ്ങളുടെ ബെഡ്. ദെൻ ഇവർ എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ അവർ വന്നിട്ട് ഫുൾ ക്ലീൻ ചെയ്യും. ഞങ്ങളിങ്ങനെ എത്ര അലങ്കോലാക്കി ഇട്ടാലും എല്ലാം മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോകും. ഇനി ആരും ഇല്ലെങ്കിലും വന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോവാ. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങൾ ഈ റൂമിനോട് ഇന്ന് വിട പറയാൻ പോവാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ അറ്റ് മലേഷ്യ. ഇന്ന് ഞങ്ങൾ അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് ഈ റൂമിൽ തന്നെ. സോ ഗൈസ്, ബൈ. ടെഡി സേ ബൈ. ബൈ.
ബൈ.